ദിവ്യ ബ്രിൻഡോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഹെയർ സ്റ്റൈലും മേക്കപ്പും ഒക്കെ ചെയ്യാൻ നോക്കാം. സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുവാണ് നമ്മുടെ ഹെയർ. നമ്മളിതിന് യൂസ് ചെയ്യുന്ന ഐക്കോണിക്കിൻ്റെ ഹെയർ ഡ്രയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടിപൊളി ഡ്രയറാണ്, പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും, ഫാസ്റ്റ് ഡ്രൈയിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഹെയർ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഹെയർ 4 സെക്ഷൻസ് ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ആണ്. ഓസിസിൻ്റെ സ്പ്രേ ആണിത്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഹെയറിലുണ്ടാകുന്ന ഡാമേജൊക്കെ ഒരുപാട് കുറയും. ദെൻ നമ്മൾ ഓരോ സ്മോൾ സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അയൺ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഐക്കോണിക്കിൻ്റെ ഗ്ലീം സ്ട്രെയിറ്റ്നറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ്നറാണ് കേട്ടോ. ഒരു 6000 ആ ഒരു റേഞ്ച് ആവും ഈ ഒരു സ്ട്രെയിറ്റ്നറിന്. അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആയി വരും. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്ത മുടിയും അല്ലാത്ത മുടിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? മേളിലത്തെ മുടിയാണ് എൻ്റെ നാച്ചുറൽ ഹെയർ, അല്പം വേവി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിടുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടന്നോളും. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൈയൊക്കെ പോകണമുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ ടെയിൽ കമ്പ് യൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഈ ഹെയറിൽ ടച്ച് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ചൂടാണ് കേട്ടോ, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഈ ചൂടിൽ നിന്ന് നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനലി നമ്മുടെ മുടി മുഴുവൻ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുടിക്കൊരു ഗ്ലോ ഒക്കെ വേണ്ടേ? അപ്പോൾ നമ്മൾ ഷോസ്കോഫിൻ്റെ ഓസിസിൻ്റെ സ്പാർക്ലർ സ്പ്രേ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ, അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ട് കുറച്ച് കോസ്റ്റ്ലി ആവുമെങ്കിൽ ഈ ഹെയർ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്ക് വരത്തില്ല. ദെൻ നമ്മൾ കേൾ ഹണി ക്രീമാണ് ഓസിസിൻ്റെ യൂസ് ചെയ്യുന്നത്. അത് അറ്റം നന്നായിട്ടൊന്ന് കേളായി കിടക്കാനൊക്കെയാണ്. അടുത്ത് നമ്മൾ ടാഫ്റ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈൽ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അധികം അടിക്കരുത് കേട്ടോ, ഭയങ്കര ഹോൾഡിംഗ് ആണ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേക്ക്. അടുത്ത് നമ്മൾ ഫേസ് മേക്കപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈമറായിട്ടും മോയ്സ്ചറൈസറായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അഫ്ലൈസ മാജിക് ഡ്രോപ്സ് എന്ന് പറയുന്ന ഒരു സീറോ ആണ്. ഇത് വന്നിട്ട് നമുക്ക് ഗ്ലാസ് ഗ്ലോ ഒക്കെ തരാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ഭയങ്കര ഗ്ലോസി മേക്കപ്പ് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് സ്കിൻ ഫിനിഷ് മേക്കപ്പാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മാക്കിൻ്റെ പ്രിപ്പ് ആൻഡ് പ്രൈം ആണ്. ഇതില്ലാതൊരു മേക്കപ്പിനെ പറ്റി എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്രയും നല്ല പ്രോഡക്റ്റാണ്. ദെൻ നമ്മൾ മാക്കിൻ്റെ കറക്ടറും കൺസീലർ പാലറ്റും എല്ലാം കൂടി ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം തിക്ക് പ്രോഡക്റ്റാണ്. സോ നമ്മൾ പൗഡർ സെറ്റിംഗ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ അതിൻ്റെ മുകളിൽ എടുത്തിടാവുന്നതാണ്. ദെൻ നമ്മൾ അടുത്തായിട്ട് സെഫോറയുടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് അമേസിങ് ആണ് കേട്ടോ, കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ സ്കിന്നിനോട് ഭയങ്കര ബ്ലെൻഡ് ആവുന്ന പ്രോഡക്റ്റാണ് സെഫോറയുടെ. അടുത്ത് വന്നിട്ട് നമ്മൾ അനസ്താഷ്യ ബ്യൂറി ഹിൽസ് പാലറ്റിൽ ഒരു ബ്രൗൺ കളറാണ് എടുത്തിട്ടിരിക്കുന്നത്. ദെൻ ഒരു ഡാർക്ക് ബ്രൗൺ കളർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഐസ് കാണാൻ എന്ത് രസമാണ് സ്മോക്കി വന്നപ്പോഴത്തേക്കും. ദെൻ മാക്കിൻ്റെ കാജിൽ വെച്ചിട്ട് നമ്മളൊരു ടെയിൽ ഡ്രോ ചെയ്ത് കൊടുക്കുന്നു, സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. റെഡി, നമ്മുടെ ഐലൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നർ കോർണറും ലൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ കളർ ബാറിൻ്റെ ഐലാഷ് കളർ വെച്ചിട്ട് ആ ലാഷസ് കേൾ ചെയ്യുന്നു. 1 2 3 4 5 നമുക്ക് റെഡി ആയി കിട്ടും. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ ലാഷസ് നല്ല കേളായി കിട്ടും. അടുത്ത ലാഷപ്പിൻ്റെ ഫേക്ക് ലാഷ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അടുത്തത് മസ്കാര അപ്ലൈ ചെയ്ത് സെഫോറയുടെ ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടിപൊളി ഫൗണ്ടേഷനാണ്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷനാണ്. എനിക്ക് ബോബി ബ്രൗൺ ആയിരുന്നു ഇതിന് മുന്നേ ആയിട്ടെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡെയിലി യൂസിന്. ദെൻ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ സെറ്റിംഗ് പൗഡറോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഒരു പൗഡർ സെറ്റിംഗ് ചെയ്തൊരു ഡ്രൈ ഫിനിഷ് അല്ല നമുക്ക് വേണ്ടത്. അത്യാവശ്യം സ്കിൻ ഫിനിഷാണ്, കുറച്ചൊരു ഗ്ലോ ഫിനിഷാണ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ പാക്കിൻ്റെ ഐബ്രോ ജെല്ല് വെച്ചിട്ട് ഐബ്രോസ് ചെയ്ത് കൊടുത്തു. ദെൻ മാക്കിൻ്റെ ലിപ് പ്രൈം യൂസ് ചെയ്തു. ദെൻ അടുത്ത സെഫോറയുടെ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിപ്പിലും അതുപോലെ ചീക്സിലും. അപ്പോൾ നമ്മൾ സെഫോറയുടെ 86 എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡാണ്. ദെൻ നമ്മൾ ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ ചാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. നല്ല ടെയിലൊക്കെ ഇട്ട് കൊടുത്ത് ഐസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ വളരെ സിമ്പിളുമാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.